ഓൾ വെൽക്കം ബാക്ക് ടു സല ലേണിംഗ്. സോ മക്കൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് റിവിഷൻ ആയിട്ട്. ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ കോൺസെപ്റ്റിൽ ഉപരി ഒരുപാട് പഠിക്കാനുള്ളത് ഫോർമുലാസ് മാത്രമാണ്. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ബേസിക് പാർട്ട് എന്താണ്? അത് ഫോർമുലാസ് തന്നെയാണ്. ഫോർമുലാസ് അറിഞ്ഞാൽ മാത്രം സ്കോർ ചെയ്യാൻ പറ്റുക, ഫോർമുലാസ് അറിഞ്ഞാൽ ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഫോർമുലാസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാ ഫോർമുലാസും ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഫോർമുലാസും നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഈ ഒറ്റ വീഡിയോയിൽ കാണാം കേട്ടോ. അതായത് നമ്മൾ നോക്കുകയാണ്, ആദ്യം പഠിക്കാനുള്ളത് മക്കളെ മെയിന്, പിന്നെ മോഡ്, പിന്നെ മീഡിയൻ ആണ്. ഇവർ മൂന്നുമാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് മീൻ ആണ്. മീൻ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ x1, x2, x3 ഈ മൂന്ന് വാല്യൂസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ആവശ്യം അതിൻ്റെ മീനാണ്. മീൻ ഡിനോട്ട് ചെയ്യുക എന്ന് പറയുന്നത് എക്സ് ബാർ വെച്ചിട്ടാണ്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ഇക്വേഷൻ വരിക. സം എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ കൂട്ടുക, x1ഉം x2ഉം x3യും കൂട്ടുക, എല്ലാം കൂട്ടുക. ഡിവൈഡ് ബൈ അവർ എത്ര പേരുണ്ട്, അവർ 3 ആൾക്കാരല്ലേ, അപ്പോൾ ഡിവൈഡ് ബൈ 3 ആണ് നമ്പർ വരിക അല്ലേ. അപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു x1 + x2 + x3 / 3 ആണ്. സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് എക്സ് ബാറിൻ്റെ ഇക്വേഷൻ വരിക. ഇതെന്താണ്? ഡാറ്റ അൺഗ്രൂപ്ഡ് ആണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. അൺഗ്രൂപ്ഡ് എന്ന് പറയുമ്പോൾ മക്കളെ ഈ വാല്യൂസ് മാത്രമേ കാണുള്ളൂ, ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഫ്രീക്വൻസി ഒന്നും ഉണ്ടാവില്ല. അത്തരം കേസിൽ മാത്രം എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഗ്രൂപ്ഡ് ആണെങ്കിലോ, അതായത് x1, x2, x3 ഇങ്ങനെ പറയുന്ന പോലെ തന്നെ കറസ്പോണ്ടിംഗ്ലി ഫ്രീക്വൻസി കയറി വരുവാണെങ്കിലോ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്തുണ്ട്, 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, മറ്റെന്താണ് അസ്യൂംഡ് മീൻ മെത്തേഡ് ഉണ്ട്, പിന്നെ എന്താണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്. ഇത് 3 നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. സോ മക്കൾ ശ്രദ്ധിക്കുക, ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഒന്നാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. എന്താ ഇക്വേഷൻ? അവിടെ മീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ FI XI ഡിവൈഡ് ബൈ സിഗ്മ FI ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ XI വാല്യൂസിനെയും FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു കോളം ക്രിയേറ്റ് ചെയ്യുന്നു. ടോട്ടൽ സം ആണ് മക്കളെ സിഗ്മ എന്ന് കാണിക്കുന്നത്. ടോട്ടൽ സം എടുക്കുന്നു, ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസിൻ്റെ സം എടുക്കുന്നു, സിഗ്മ FI. അപ്പോൾ എന്ത് കിട്ടും, എക്സ് ബാർ കിട്ടും. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1 ഷോട്ട് റിവിഷൻ കണ്ടു നോക്കുക, PYQ സീരീസ് കാണുക, അപ്പോൾ ക്ലിയർ ആയിക്കോളും. ഇവിടെ ഫോർമുലാസ് മാത്രമേ മിസ് പറയുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? നെക്സ്റ്റ് ഡയറക്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സംഭവം തന്നെയാണ്. മക്കളെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ക്ലാസ് ഫോം തരാറുണ്ട്. അതായത് 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ ഇങ്ങനെ തരാറുണ്ട് ഇൻ്റർവൽ ഫോമിൽ. അപ്പോൾ ഇൻ്റർവൽ ഫോം തന്നാൽ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടാവും, ആ കേസിലൊക്കെ XI ആവശ്യം ഉണ്ടാവും. XI പറയുമ്പോൾ എന്താ ചെയ്യുക, ഇക്വേഷൻ ഉണ്ട്, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ആണ്. ഒരു ഇൻ്റർവലിൻ്റെ ലോവർ ലിമിറ്റ് ആദ്യത്തെ ആളും അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ആളുമാണ്. അപ്പോൾ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ആണ്. എല്ലാവരും ഡിവൈഡ് ബൈ 2 ആണ് വരിക. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ആണ് നമുക്ക് എന്ത് കിട്ടുക, XI വാല്യൂ വരിക. ഇവിടെ എത്രയാ, 10/2 5 ആണ് വരിക. അത്തരത്തിൽ ഓരോ ഇൻ്റർവെല്ലിലും മക്കൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സം എടുക്കുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് XI വാല്യൂസ് കറസ്പോണ്ടിങ്ങിൽ എന്ത് ചെയ്യും, കിട്ടുമെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്താണ് പഠിക്കാനുള്ളത്, അസ്യൂംഡ് മെയിൻ മെത്തഡാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മീൻ ഫൈൻഡിങ് തന്നെയാണ്. ഒരു മീൻ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യാണ്, അസ്യൂം ചെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് XI വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് മക്കൾ എന്ത് ചെയ്യുന്നു, അതിൽ ഏതെങ്കിലും XI വാല്യൂ A ആയിട്ട് അല്ലെങ്കിൽ മീൻ ആയിട്ട് അസ്യൂം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കണമല്ല. അസ്യൂംഡ് മെയിൻ മെത്തേഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എന്താണ്, A + D ബാർ ആണ് നമുക്ക് എന്തുള്ളത്, ഇക്വേഷൻ ഉള്ളത്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു A + D ബാർ. എക്സ് ബാർ എന്താണ് മക്കളെ, അത് മീനാണ്. A എന്താണ്, അസ്യൂം ചെയ്ത മീനാണ്. ദെൻ ടെൽ മീ വാട്ട് ഇസ് D ബാർ. D ബാർ എന്ന് പറയുമ്പം സിഗ്മ FI DI ഡിവൈഡ് ബൈ സിഗ്മ FI ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പക്ഷേ DI എന്താ? DI എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടാ, ഓരോ XI വാല്യൂവും നമ്മൾ അസ്യൂം ചെയ്ത മീനുള്ളേ അവർ തമ്മിൽ ഡിഫറൻസ് ആണ് എന്ത്, DI എന്ന് പറയുന്നത്. ഇപ്പം ഞാനിങ്ങനെ ഫോർമുലാസ് മാത്രം പറയുമ്പം നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാനായിട്ട്. മക്കൾ എന്ത് ചെയ്താൽ മതി, 1 ഷോട്ട് റിവിഷനിൽ പോയിട്ട് ക്വസ്റ്റ്യൻ കണ്ടാൽ മതി, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് DI ഇസ് ഈക്വൽ ടു XI - A ആണ്. A അസ്യൂം ചെയ്ത മീൻ, XI നമ്മുടെ XI വാല്യൂസ്. അപ്പോൾ D ബാർ എന്ന് പറയുമ്പോൾ എന്താണ്, സിഗ്മ FI DI. FI DI കണ്ടുപിടിക്കുക, എല്ലാ കോളത്തിലുള്ള DIനെയും FIനെയും മൾട്ടിപ്ലൈ ചെയ്യുക, FI DI കണ്ടുപിടിക്കുക, സം എടുക്കുക, സിഗ്മ FI ചെയ്യുക, അപ്പോൾ D ബാർ കിട്ടും.
എക്സ് ബാറിൻ്റെ ഇക്വേഷനിൽ ഡി ബാർ കൊടുക്കുക. അപ്പോൾ എക്സ് ബാർ ഇസ് ഇക്വൽ ടു എ പ്ലസ് ഡി ബാർ കിട്ടും. ഫോർമുലാസ് മാത്രം കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും പഠിച്ചെടുക്കാൻ ഇത് കണ്ടാൽ മാത്രം മതിയാവും. റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അല്ലാതെ നിങ്ങൾ ഇത് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടിങ് മനസ്സിലാവില്ല. ബിക്കോസ് പ്രോബ്ലം ചെയ്യുന്നില്ലല്ലോ ഇവിടെ. പ്രോബ്ലം മക്കൾ എന്ത് ചെയ്യുക, അവിടെ ചെയ്യാം. നെക്സ്റ്റ് മക്കളെ സ്റ്റെപ്പ് ഡീവിയേഷൻ ആണ്. ഈ 3 മെത്തേഡ്സിൽ ഏറ്റവും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? അത് ഡയറക്റ്റ് മെത്തേഡ് തന്നെയാണ്. എല്ലാവരും ചൂസ് ചെയ്യാറ് പൊതുവെ എന്താണ്? ആ മെത്തേഡ് തന്നെയാണ്, ഡയറക്റ്റ് മെത്തേഡാണ് ചൂസ് ചെയ്യാറ്. എന്നാലും ഇപ്പം ചോദിക്കുവാണ് ഫൈൻഡ് മീൻ യൂസിങ് സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് ചെയ്യേണ്ട വരുമല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാണ്, ഈ മെത്തേഡ് ആവശ്യം ഉണ്ടാവും. സ്റ്റെപ്പ് ഡീവിയേഷനിൽ മക്കൾ ശ്രദ്ധിക്കുക, ഇത്രയാണ് പറയുന്നത്. ഇവിടെ യു ഐ എന്ന് പറയുന്ന ആൾ വരുന്നുണ്ട്. യു ഐ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് എ ബൈ എച്ച് ആണ്. എച്ച് പറയുമ്പോൾ ക്ലാസ് ഇൻ്റർവലിൻ്റെ സൈസാണ്. ഇപ്പോൾ 10 മുതൽ 20 വരെയാണെങ്കിൽ എച്ച് എന്താ വരിക, ക്ലാസിൻ്റെ സൈസ് 20 മൈനസ് 10 10 വരിക. അത്തരത്തിൽ എക്സ് ഐ മൈനസ് എ ബൈ എച്ച് ആണ് വരിക. എ എന്താണ്? എ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത മീനാണ്. അസ്യൂംഡ് മീനാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ എക്സ് ഐ വാല്യൂ നിന്നും എ കുറക്കുക, എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ യു ഐ കിട്ടും. ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഫ്രീക്വൻസിനെയും യു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ടോട്ടൽ സം എടുക്കുന്നു, ടോട്ടൽ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു ബാർ കിട്ടും. സോ ഇക്വേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു യു ബാർ ആണ്. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പഠിച്ചാൽ മതി. ഇത് 3 പഠിക്കുക മാത്രം മതി. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് എച്ച് ഇൻറ്റു യു ബാർ ആണ് വരിക. എച്ച് ക്ലാസ് സൈസ് മിസ് പറഞ്ഞല്ലോ. എ പറയുന്നത് അസ്യൂം ചെയ്ത മീൻ. ഇത്രേ ഉള്ളൂ കാര്യം. ഇതാണ് മക്കളെ മീനിൻ്റെ കേസിൽ വരുന്നത്. പിന്നെ മോഡാണ്. മോഡ് നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ തവണ ഒക്കർ ചെയ്യുന്ന വാല്യൂ, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള വാല്യൂ ഏതാണോ അതാണ് എപ്പോഴും മോഡ് വരാറ്, അല്ലേ? അതാണ് മോഡിൻ്റെ മീനിങ്. മോഡിൻ്റെ ഇക്വേഷൻ മക്കൾ ശ്രദ്ധിക്കുക. ഗ്രൂപ്പ്ഡ് ആണ് ഡാറ്റ എന്നുണ്ടെങ്കിൽ മോഡിൻ്റെ ഇക്വേഷനാണിത്. ആദ്യം മക്കൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻറ്റർവൽ ഫോമിലാണ് ഡാറ്റ ഉള്ളതെന്നുണ്ടെങ്കിൽ, അതായത് 0 മുതൽ 10, 10 മുതൽ 20 അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഫോർ ഫൈൻഡിങ് ദ മോഡ് ഓഫ് ഗ്രൂപ്പ് ഡാറ്റ യു നീഡ് എ മോഡൽ ക്ലാസ് ഫസ്റ്റ്. അതായത് മോഡൽ ക്ലാസ് മക്കൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് യൂസ് ചെയ്യണം. സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിൽ ഏറ്റവും വലിയ ഫ്രീക്വൻസി ആർക്കാണുള്ളത്, ആ വലിയ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്ലാസ് ആയിരിക്കും എന്ത് വരിക, മോഡൽ ക്ലാസ് വരിക. ഓക്കെ, ആ മോഡൽ ക്ലാസ്സിൻ്റെ ഫോർ എക്സാമ്പിൾ 10 മുതൽ 20 വരെയാണ് മോഡൽ ക്ലാസ് എങ്കിൽ, ആ മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആരാണോ അത് L. ആ മോഡൽ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസി ഉണ്ടായിരിക്കില്ലേ മക്കളെ, അത് F1. അതിന് തൊട്ട് മുന്നേ ഉള്ള ഫ്രീക്വൻസി F0. അതിന് ശേഷമുള്ള ഫ്രീക്വൻസി F2. ആ ഇൻ്റർവെലിൻ്റെ മോഡൽ ക്ലാസ്സിൻ്റെ സൈസ് H ആണ്. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, L പ്ലസ് F1 മൈനസ് F0 ഡിവൈഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H ആണ് മോഡിൻ്റെ ഇക്വേഷൻ വരുന്നത്. നിർബന്ധമായിട്ടും പഠിക്കണം. ഞാൻ ക്ലാസ്സിലെടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ PYQ സീരീസിലും പറഞ്ഞതാണ്. നിർബന്ധമായിട്ടും പഠിക്കുക, ക്വസ്റ്റ്യൻ കണ്ട് പഠിക്കുക. ഇത് ഫോമുല മാത്രമേ ഉള്ളൂ ഇതിൽ. ഓക്കെ, സോ നമ്മളിനി പോകുന്നത് മീഡിയനിലേക്കാണ്. മീഡിയം മക്കൾക്ക് അറിയാം, അതായത് മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ഡാറ്റാസ് മാത്രമേ ഉള്ളൂ, ഫ്രീക്വൻസി ഇല്ലയെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കയ്യിൽ അൺഗ്രൂപ്ഡ് ആണ്, ഫ്രീക്വൻസി ഇല്ലയെന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ഫോർ ഫൈൻഡിങ് മീഡിയൻ ആദ്യം ഡാറ്റ എന്ത് ചെയ്യുക, അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ അറേഞ്ച് ചെയ്യുക. എല്ലാവരും എപ്പോഴും ചെയ്യാറ് അസെൻഡിങ്ങിലാണെങ്കിൽ അസെൻഡിങ്ങിൽ ചെയ്തു, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ത് ചെയ്യുക, ഡാറ്റ അറേഞ്ച് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എണ്ണം കൗണ്ട് ചെയ്യുന്നു, മൊത്തം എത്ര ആൾക്കാരുണ്ടെന്ന് കൗണ്ട് ചെയ്യുന്നു. ആ എണ്ണം അല്ലെങ്കിൽ n എന്താണ്, ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2 ഒബ്സർവേഷൻ ഏതാണോ അതായിരിക്കും നമുക്ക് എന്ത് വരികടാ, മീഡിയം വരിക. ഇനി ഫോർ എക്സാമ്പിൾ n എന്ന് പറയുന്നത് 10 ആണെങ്കിലോ അത് ഈവൺ നമ്പർ ആയില്ലേ. അപ്പോൾ n/2ത്തിൻ്റെയും n/2+1 ഒബ്സർവേഷൻ്റെയും ആവറേജ് വരിക, വിച്ച് ഈസ് 10/2ത്തിൻ്റെയും 10/2+1ത്തിൻ്റെയും ആവറേജ്. അതായത് 15ൻ്റെയും 6ത്തിൻ്റെയും ആവറേജ് എടുക്കുക ചെയ്യാം. ഇവിടെയാണെങ്കിലോ n 5 ആണെങ്കിലോ 5+1/2 6/2 3/3 ഒബ്സർവേഷൻ ഏതാണോ അതായിരിക്കും മീഡിയം വരിക. അത്തരത്തിൽ മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി മീഡിയം തന്നെ ക്ലാസിൻ്റെ ഫോമിലാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ഇൻ്റർവൽ ഫോമിൽ ഡാറ്റ വരുന്നു, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ആ കേസിൽ മീഡിയൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് L+n/2 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു H ആണ്. ഇതിൽ നമുക്ക് CF എന്ന് പറയുന്ന ആൾ ആവശ്യമുണ്ട്. ഇൻ ദ കേസ് ഓഫ് മീഡിയൻ നമുക്ക് എന്തായാലും ആരാവശ്യമുണ്ട്, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കോളം ആവശ്യമുണ്ട്. ഓൾറെഡി ഉള്ള ഫ്രീക്വൻസി കോളത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CFൻ്റെ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രീക്വൻസി എന്താവുക ചെയ്യുക, ആഡ് ചെയ്ത് പോവുക ചെയ്യുക. ആദ്യമുള്ള ഫ്രീക്വൻസി എന്താണോ അത് തന്നെയാണ് CF വരിക. നെക്സ്റ്റ് ആണെങ്കിലോ കൂട്ടി പോവുക ചെയ്യുക.
ഓക്കെ, അത്തരത്തിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആദ്യം ആവശ്യം മീഡിയൻ ക്ലാസ് ആണ്. ഓക്കെ, അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആദ്യം എൻ ഫൈൻഡ് ചെയ്യുക. ഈ സ്മോൾ ലെറ്റർ എൻ ആയാലും ക്യാപിറ്റൽ എൻ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ടോട്ടൽ ഫ്രീക്വൻസി എന്താണോ അതാണ് ക്യാപിറ്റൽ എൻ, അല്ലെ ഇവിടുത്തെ സ്മോൾ എൻ, എന്തായാലും കുഴപ്പമില്ല. അത് മക്കൾ ഫൈൻഡ് ചെയ്തിട്ട് അത് ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ എത്ര വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂ എന്ത് ചെയ്യുക, സി എഫിൻ്റെ കോളത്തിൽ പോയി നോക്കുക. സി എഫിൻ്റെ കോളത്തിൽ എവിടെയാണോ ആ വാല്യൂ ഉൾക്കൊള്ളുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്ലാസ് ഏതാണോ അതായിരിക്കും എന്ത് വരിക, മീഡിയം ക്ലാസ് വരിക. ഓക്കെ, ആ മീഡിയം ക്ലാസ്സിന് ലോവർ ലിമിറ്റ് എൽ ആണ്, അതിൻ്റെ സൈസ് എച്ച് ആണ്. ആ മീഡിയം ക്ലാസ്സിന് നേരെയുള്ള ഫ്രീക്വൻസി അല്ലേ, അത് എഫ് ആണ്. അതേപോലെ നമുക്കറിയാം എൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സിഗ്മ എഫ് ഐ ആണ്, ടോട്ടൽ ഫ്രീക്വൻസി ആണ്. അതേപോലെ സി എഫ് എന്താണ്, നമ്മുടെ മീഡിയം ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി എഫ് അല്ല, തൊട്ട് മേലുള്ള സി എഫ് ആണ് എന്ത്, നമ്മുടെ ഇക്വേഷനിൽ ഉപയോഗിക്കുന്ന സി എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും മിസ് ഇതൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് വിചാരിക്കും. പക്ഷേ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടുപഠിക്കുക. ഇത് ഫോർമുലാസ് മാത്രമാണ്. ഞാൻ പിന്നെയും പറയുവാണ്, മിസ് ഇത് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം പറയരുത്. ബിക്കോസ് ഫോർമുലാസ് മാത്രമേ ഇത്രയും മനസ്സിലാവുള്ളൂ. ബാക്കി നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ക്ലാസ് കണ്ടുപഠിക്കണം. നെക്സ്റ്റ് അടുത്ത കാര്യം പറയുന്നത് മക്കളെ എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആണ്. ഇങ്ങനെ പഠിച്ചു വെക്കുക. അതായത് മക്കൾ ഇങ്ങനെ പഠിച്ചാൽ മതി, മെഡ് മീൻ പഠിച്ചാൽ മതി. അതായത് നമ്മൾ അയില മീൻ, ചാള മീൻ ഒക്കെ പറയുന്ന പോലെ മെഡ് മീൻ എന്ന് പറയാം. മെഡ് മീനിൽ ആദ്യം ആരാണ്, മെഡ് എന്ന് പറയുമ്പോൾ മീഡിയൻ, രണ്ടാമത് ആരാണ്, മീനാണ്. ഈക്വൽ ടു അവസാനം ആരാ ഉണ്ടാവുക, മോഡാണ്. മെഡ് മീൻ ഇസ് ഈക്വൽ ടു മോഡ് എന്ന് എഴുതുക. മക്കൾ നിങ്ങൾക്ക് അറിയാലോ 3 - 2 എത്രയാടാ, 1 ആണ്. സോ ഇവിടെ 3 കൊടുക്കുക, ഇവിടെ 2 കൊടുക്കുക, ഇവിടെ 1 കൊടുക്കുക. അതായത് ഇത്രയേ ഉള്ളൂ, 3 മീഡിയൻ മൈനസ് 2 മീൻ ഇസ് ഈക്വൽ ടു മോഡാണ്. ഇങ്ങനെ പഠിച്ചാൽ മറന്നു പോയില്ല, അല്ലാണ്ട് ബൈ ഹാർട്ട് പഠിച്ചാൽ നിങ്ങൾ മറന്നു പോകുമല്ലോ. അതുകൊണ്ട് മിസ് പറഞ്ഞതാണ്, ഇഷ്ടമുള്ള പോലെ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ചാപ്റ്ററിലെ ഫോർമുലാസ് വരുന്നത്. ഫോർമുലാസ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, പ്രോബ്ലം ചെയ്ത് പഠിക്കണം. 1 ഷോട്ട് റിവിഷൻ കാണുക, അല്ലെങ്കിൽ മക്കൾ PYQ സീരീസ് കാണുക. രണ്ടിൽ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫോർമുലാസ് മാത്രമുള്ളൊരു വീഡിയോ ആണിത്. ഇതുപോലുള്ള മറ്റു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ, ബൈ.